പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബലഹീനരും പാപികളുമായ നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ട് ലോകങ്ങളും ചെറിയപ്പെടുമാറാകട്ടെ. ആമീൻ. അഭിമന്യ തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ തിരുമേനിക്ക് ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ നമ്മുടെ എൽദവാതിരമ്പുരയച്ചൻ, JSC യുൽഫോനോ ഗ്രൂപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്ന കുര്യാച്ചനച്ചൻ, ജോസഫ് സാർ തുടങ്ങി അതിലെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും അതിലെ പഠിതാക്കളുമായിരിക്കുന്ന ഇന്ന് ആരംഭിക്കുന്ന വായനയിൽ പങ്കാളികളാകുന്നവരെ, വിശുദ്ധ ഗ്രന്ഥ വായന പരമ്പരയുടെ മോഡറേറ്റേഴ്സായി പ്രവർത്തിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സുറിയാനി ബൈബിൾ വേദപുസ്തക പണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ അദ്വിതീയമായ സ്ഥാനം ലഭിച്ചിട്ടുള്ള ബൈബിൾ പരിഭാഷകളിൽ ഒന്നാണ്. നമുക്കറിയാം, ബൈബിൾ സ്രോതസ് ആയിട്ട് 3 ഭാഷകളാണ് അറിയപ്പെടുന്നത്. 1 ഗ്രീക്ക്, 2 ലാറ്റിൻ വൾഗേറ്റ്, 3 സുറിയാനി. ഒരു കാലത്ത് ഗ്രീക്ക് പരിഭാഷകളും അതിൽ നിന്നുണ്ടായിട്ടുള്ള പരിഭാഷകളും ലാറ്റിൻ പരിഭാഷയായ വൾഗേറ്റുമാണ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കണ്ടുവന്നിരുന്നത്. എന്നാൽ സുറിയാനി ഭാഷാ ഗവേഷണ പഠനങ്ങൾ കൂടുതലായി ആരംഭിച്ച 19-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ സുറിയാനി പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ കണ്ടെത്തിയത് സുറിയാനി പെഷീത്ത ബൈബിളിന് അതിൻ്റെ പൂർവ്വരൂപത്തിനൊക്കെ ഉണ്ടായിരുന്ന പ്രത്യേകമായ മാഹാത്മ്യവും കർത്താവും ശിഷ്യന്മാര് സംസാരിച്ചിരുന്ന ഭാഷയോടുള്ള ആ അടുത്ത ബന്ധത്തിലുള്ള സവിശേഷതയുമൊക്കെയാണ് ഇന്ന് സുറിയാനി ബൈബിളിന് ലോകത്തെങ്ങും വലിയ സ്വാധീനം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വിശുദ്ധ ബൈബിൾ സംബന്ധിച്ചുള്ളതായ അടിസ്ഥാന ഗവേഷണ പഠനങ്ങൾക്ക് ഇന്ന് സുറിയാനി മൂലം അനിവാര്യമായിട്ട് തീർന്നിരിക്കുകയാണ്. സുറിയാനി സഭാംഗങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുറിയാനി ബൈബിളിൻ്റെ മാഹാത്മ്യം വേണ്ടവണ്ണം നാം മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും അതിനെ അലക്ഷ്യമായിട്ട് കാണുകയും അത് മറ്റ് പരിഭാഷകളിലേക്കാൾ പ്രാധാന്യം കുറഞ്ഞവയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. എന്നാൽ ലോകം മുഴുവൻ പണ്ഡിത ലോകത്ത് പ്രശസ്തനായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പൗരസ്ത്യ ഭാഷാ പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ചുമതല വഹിച്ചിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്ക്, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എമിററ്റസ് ആണ്. അദ്ദേഹം സുറിയാനി ബൈബിളിനെ സംബന്ധിക്കുന്ന പല ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ബൈബിൾ ഇൻ സിറിയക് ട്രഡീഷൻ എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് കോട്ടയം സെന്റ് എഫ്രൈം എക്യൂമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നത്, പ്രത്യേകിച്ച് നാം
സഭാ സംബന്ധമായിട്ടും വേദപുസ്തക സംബന്ധമായിട്ടും കൂടുതൽ അറിവ് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് വളരെ ലളിതമായ ഇംഗ്ലീഷിലുള്ള ആ പുസ്തകം വാങ്ങി വായിക്കുന്നത് നന്നായിരിക്കും. സുറിയാനി ബൈബിൾ, പ്രത്യേകിച്ച് അതിൻ്റെ സുവിശേഷങ്ങൾ രചിക്കപ്പെടുന്നത് സുറിയാനിയിൽ അതിൻ്റെ തനിമയായിട്ടുള്ളത് 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിനും ഇടയ്ക്കാണ്. അതായത് സുവിശേഷങ്ങൾ 4-ഉം 200 AD 200-ന് മുമ്പ്, നമ്മൾ ചിന്തിക്കണം, AD 200-ന് മുമ്പ് കൃത്യമായി പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതില് എഡേസ നിവാസിയായ ടാസിയൻ, അദ്ദേഹത്തിൻ്റെ പേരെഴുതുന്നത് TATIAN എന്നാണ്, ടാസിയൻ. അദ്ദേഹത്തിന് ചില പിന്നീട് ജീവിതാന്ത്യകാലത്ത് ചില വേദ വിപരീത ചിന്തകളിലേക്കൊക്കെ അദ്ദേഹം പോയി. അതായത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഉള്ള ചില അബദ്ധധാരണകളിൽ അദ്ദേഹം പോയി. എങ്കിൽ പോലും അദ്ദേഹം അക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുകയും എദേസായിലെ സ്കൂളിലും റോമിലും ഒക്കെ പോയി പഠിച്ച് വ്യുൽപ്പത്തി നേടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇന്ന് ഓർക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വേദവിപരീത ചിന്തകളെ ഒന്നും അടിസ്ഥാനമാക്കിയല്ല. അദ്ദേഹം അറിയപ്പെടുന്നത് ദിയാറ്റെസറോൺ, ഏവൻഗേലിയോൻ ദംഹൽത്തെ, അതായത് സമ്മിശ്ര സുവിശേഷം എന്ന പേരിലുള്ള ഒരു സുവിശേഷ സങ്കലനത്തിൻ്റെ പേരിലാണ് ഈ 4 സുവിശേഷങ്ങളും കൂടെ സമഞ്ജസമായി ഒന്നാക്കി തീർത്തിരിക്കുന്ന ആ ഒരു സുറിയാനിയിലുള്ള ഒരു കൃതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു കാലത്ത് അപ്രേമിൻ്റെ ഒക്കെ കാലത്ത്, അപ്രേം ജീവിച്ചിരുന്നത് അദ്ദേഹം കാലം ചെയ്യുന്നത് AD 377-ലാണ്. അതായത് നിക്കയ സുന്നഹദോസിൻ്റെ ഒക്കെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മൽപ്പാനായ നിസീബിലെ മോർ യാക്കോബിൻ്റെ കൂടെ നിക്കയ സുന്നഹദോസിൽ പങ്കെടുത്തു എന്നൊക്കെ ഉള്ളത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് കൗതുകമേറിയ കാര്യമാണ്. ഈ അഫ്രൈമിൻ്റെ ഒക്കെ കാലത്ത് സുറിയാനി സഭയിൽ ഏറ്റവും പ്രചരിച്ചിരുന്നത് ഈ ടാസിയാന്റെ ഈ സുവിശേഷ സങ്കലനം, ദിയാറ്റെസറോൺ എന്നറിയപ്പെടുന്ന ആ കൃതിയാണ്. പിന്നീട് സഭാപിതാക്കന്മാർ അത് സഭയിലെ ഉപയോഗത്തിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ഗോസ്പൽസ്, 4 ഗോസ്പൽസും 4ആയിട്ട് തന്നെ പ്രചരിപ്പിച്ചു. എങ്കിൽ പോലും ദിയാറ്റെസറോൺ ഇന്നും ചരിത്രപരമായിട്ട് അതിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത് മഹാപുരുഷനും മഹാപണ്ഡിതനുമായ മോർ അപ്രേം ഈ ദിയാറ്റെസറോൺ എഴുതിയ ഒരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. ഈ ദിയാറ്റെസറോൺ സഭയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ സുറിയാനിയിലുള്ള കോപ്പികളെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ഈ 20-ാം നൂറ്റാണ്ടിൽ സഭാപിതാക്കന്മാർ ഇത് ദിയാറ്റെസറോൺ റീകൺസ്ട്രക്ട് ചെയ്തു, അതായത് രണ്ടാമത് രൂപീകരിച്ചു. ആ റീകൺസ്ട്രക്ഷൻ നടത്തിയത് മോർ അഫ്രേമിൻ്റെ ദിയാറ്റെസറോൺ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയാണ്. അതിൻ്റെ കോപ്പികൾ ലഭ്യമല്ലായിരുന്നു എങ്കിൽ പോലും അർമീനിയൻ ഭാഷയിൽ അപ്രേമിൻ്റെ സുവിശേഷ വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതി കണ്ടെത്തിയതോടുകൂടി അതിൽ നിന്ന് ദിയാറ്റെസറോൺ പുനരാവിഷ്കരിക്കുകയുണ്ടായി. ഞാനിത് പറഞ്ഞത് 2-ാം നൂറ്റാണ്ടിൽ തന്നെ സുറിയാനി ബൈബിളിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്ന പണ്ഡിതന്മാരായ പിതാക്കന്മാർ ഈ സഭയിലുണ്ടായിരുന്നു.
അന്ന് മുതൽ നമ്മുടെ സുറിയാനി സഭ സുറിയാനി ബൈബിളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അതിനു മുമ്പ് ഓൾഡ് സിറിയക് ഗോസ്പൽസ് എന്ന പേരിൽ 4 സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ പെഷീത്ത ബൈബിളും ഈ ടാസിയാന്റെ ദിയാറ്റസറോണും ഒക്കെ പ്രാബല്യത്തിൽ വന്ന സമയത്ത് അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ട് ഉപയോഗത്തിൽ ഇല്ലാതിരിക്കുകയായിരുന്നു. അത് കണ്ടെത്തിയത് 19-ാം നൂറ്റാണ്ടിലാണ്. ഇതിന്റെ പുറകിലുള്ള ചരിത്രം വളരെ ജിജ്ഞാസ ഉളവാക്കുന്നതാണ്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സുറിയാനി മാനസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്ത് പ്രതികളുടെ എല്ലാം സുറിയാനി വിഭാഗത്തിന്റെ എല്ലാം കൈകാര്യം ചെയ്തിരുന്ന വില്യം കുറേറ്റോൺ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം 1864 മരിച്ചയാളാണ്. അദ്ദേഹം ഈ മാനസ്ക്രിപ്റ്റുകളൊക്കെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രാചീന കൃതി അദ്ദേഹത്തിന്റെ കൈവശം വന്നു. അത് അദ്ദേഹം കണ്ടെത്തിയ ഒരു ബൈബിളിൽ നിന്നാണ്. അതുകൊണ്ട് അദ്ദേഹം 1848 ഒരു സുറിയാനി ബൈബിൾ പ്രിന്റ് ചെയ്തു. ആ സുറിയാനി കൃതിയുടെ പേര് എ വെരി ഏൻഷ്യന്റ് റിസെൻഷൻ ഓഫ് ദ 4 ഗോസ്പൽസ് ഇൻ സിറിയക് ഹിതർടോ അൺനോൺ ടു യൂറോപ്പ് എന്ന പേരിലാണ്. ഇതുവരെ യൂറോപ്പിൽ അറിയപ്പെട്ടിട്ടില്ലാത്ത സുറിയാനി ബൈബിളിന്റെ ഒരു കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിക്കുകയാണ് എന്നുള്ള പേരിലാണ് അദ്ദേഹം പറയുന്നത്. കുറേറ്റോൺ ആ സുറിയാനി ബൈബിളിനെ പഴക്കം പരിശോധന അദ്ദേഹം ഇട്ടത് 5-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടത് എന്നുള്ള രീതിയിലാണ്. അതിന് ഈ പാലിയോളജിക്കൽ രീതിയിലാണ് ഈ കൃതികളുടെയൊക്കെ പ്രാചീന കൃതികളുടെയും ഒക്കെ പഴക്കം കണ്ടെത്തുന്നത്. കുറേറ്റോൺ അങ്ങനെ അത് കണ്ടെത്തി ആ പുസ്തകം പബ്ലിഷ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനേക്കാൾ പ്രാചീനമായിട്ടുള്ള ഒരു കൃതി കണ്ടെത്തി. അത് കണ്ടെത്തിയത് 2 വനിതകളാണ്. ബ്രിട്ടീഷുകാരായ 2 ബൈബിൾ ഗവേഷക സഹോദരിമാർ. അവരുടെ പേര് ആഗ്നസ് ലെവീസ്, അവരുടെ ഇരട്ട സഹോദരിയായ മാർഗറ്റ് ഗിബ്സൺ എന്നിവരാണ്. അവർ 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമായിട്ട് ജീവിച്ചിരുന്നതാണ്. അവര് ഈജിപ്തിലെ കാതറൈൻ മൊണാസ്ട്രി, സെയിന്റ് കാതറൈൻസ് മൊണാസ്ട്രി, അവർ നടത്തിയ പര്യവേഷണത്തിൽ ഒരു പുസ്തകം കണ്ടെത്തി. സുറിയാനിയിലുള്ള ഒരു വിശുദ്ധരായ സ്ത്രീകളുടെ ജീവചരിത്രം പകർത്തി എഴുതിയ ഒരു തുകൽച്ചുരുളാണ്. അപ്പോൾ ഇവരിതിന്റെ ഫോട്ടോഗ്രാഫി എടുത്ത് 400 പേജിന്റെ ഫോട്ടോഗ്രാഫി എടുത്തപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ജീവചരിത്രം എഴുതിയിരിക്കുന്ന ആ തുകലിന്റെ അടിയിൽ മറ്റൊരു കൃതി രേഖപ്പെടുത്തിയിരുന്നത് മായ്ച്ചിട്ടാണ് ഈ സുവിശേഷങ്ങൾ, ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുള്ളത് എന്ന്. അങ്ങനെയുള്ള എഴുത്തുകൾക്ക് പാലിംസിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഒരു തുകൽ ചുരുളിലെ അടിയിലുള്ളത് മായ്ച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വേറെ എഴുതുന്നതിനാണ് പാലിംസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. അവരത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി
ഇംഗ്ലണ്ടിലെ രണ്ട് വളരെ പ്രശസ്തന്മാരായ കേംബ്രിഡ്ജിലെ പ്രൊഫസർമാർ റോബർട്ട് ബെൻസ്ലി, ഫ്രാൻസിസ് സി ബർക്കിത്ത് എന്നിവരെ, ഇതിലെ ബർക്കിത്ത് നേരത്തെ കുറേറ്റോണിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അവർ ഈ പാലിംസെറ്റ് വായിച്ചെടുത്തപ്പോൾ, ഇപ്പോൾ അതിന് ശാസ്ത്രീയമായ മാർഗങ്ങളൊക്കെ ഉണ്ട്, അപ്പോഴാണ് അത് കുറെ കൂടെ പൂർവിക പാരമ്പര്യമുള്ള പഴയ ബൈബിളാണ് എന്ന് അവർക്ക് മനസ്സിലായത്. അതായത് 5-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും ഒക്കെ ഗ്രീക്ക് ബൈബിളിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതി. അതായത് ആദ്യകാല ഗ്രീക്ക് പരിഭാഷയിൽ ഇല്ലാത്ത ചില ഭാഗങ്ങളൊക്കെ ഈ 4-5 നൂറ്റാണ്ടുകളിൽ ചേർത്തു. അതിന് ഇല്ലാത്ത പ്രാചീന കൃതി സുറിയാനിയിൽ ലഭ്യമായി എന്നുള്ളതാണ് ഈ ബർക്കിത്തിന്റെ അതുപോലെ ഈ ബെൻസ്ലിയുടെയും ഒക്കെ സംഭാവനകൾ എന്ന് പറയുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് സുറിയാനി ഭാഷയിലാണ് ലോകത്ത് ഏറ്റവും പഴക്കമേറിയ ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതികൾ കണ്ടെത്തിയിരിക്കുന്നത്. കർത്താവ് സംസാരിച്ച ഭാഷയോടുള്ള ബന്ധത്തിലും കൃത്യതയിലും പശ്ചാത്തലത്തിലും നാം അത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പുതുതായി വന്ന് ക്ലാസ്സുകൾ പങ്കെടുക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഈ സുറിയാനി ബൈബിളിൻ്റെ സവിശേഷതയുടെ ചില ഭാഗങ്ങൾ ഒക്കെ ഞാൻ വിശദീകരിക്കുന്നതിനിടയായത്. ഈ സുറിയാനി പെഷീത്ത ബൈബിളാണ് നൂറ്റാണ്ടുകളുടെ അപ്ഡേഷൻസ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ വന്ന പരിശുദ്ധ യാക്കോബ് തൃതീയം പാത്രിയർക്കീസ് ബാവായുടെ അനുമതിയോടുകൂടി 1970 ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റിയിൽ നിന്നാണ് ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന സുറിയാനി ബൈബിൾ പ്രിന്റ് ചെയ്ത് ഇറങ്ങിയത്. ഇതുകൂടാതെ നമ്മുടെ വിവിധ ഡയറാകളിലൊക്കെ പ്രാചീന മാനസ്ക്രിപ്റ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2021 പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ മേൽനോട്ടത്തിൽ പേട്രിയാർക്കേറ്റിൽ നിന്ന് ഒരു സമ്പൂർണ്ണ സുറിയാനി ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സുറിയാനി കാനോന്റെ ഒക്കെ അടിത്തറയിലാണ്. ഇനി അതുകൂടാതെ ഈ 2020 ഇപ്പോഴത്തെ പാത്രിയർക്കീസ് ബാവ അമേരിക്കയിലെ ഉണ്ടായിരുന്ന കാലം മുതൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹം, ഗോർജിയസ് പ്രസ്, ഡോക്ടർ ജോർജ് കിരാസ് എന്ന് പറയുന്ന പണ്ഡിതന്റെ നേതൃത്വത്തിൽ സുറിയാനി ബൈബിൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ബൈലിംഗ്വൽ എഡിഷനായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഈ പൗരാണിക കൃതികളിൽ നിന്നുള്ള കൃത്യമായ പരിഭാഷയാണ് നമ്മുടെ വന്നിയ കണിയാമ്പറമ്പിൽ കുരുവിൻ കോർപ്പീസ്കോപ്പ പരിഭാഷപ്പെടുത്തി ഇന്ന് മുതൽ നമ്മൾ വായിക്കുന്നതും കഴിഞ്ഞ 161 സംഘങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതും. സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ബൈബിൾ ഇതാണ്. ഞാൻ കഴിഞ്ഞ ഒരു 100-120 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അതിൽ മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിലെ സുറിയാനി ബൈബിളിന്റെ പ്രത്യേകതകളും മാഹാത്മ്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ക്ലാസ്സുകളിൽ ഞാനത് വിശദമായിട്ട് താരതമ്യം അനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിലെ മലയാള പരിഭാഷയിൽ വന്നിട്ടുള്ള കുറവുകളെ സംബന്ധിച്ചും പരിഭാഷയിലെ പിശകുകളെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ സമയമുള്ളവരെ യൂട്യൂബിൽ എടുത്താൽ ഈ എൻ്റെ ക്ലാസ്സുകളെല്ലാം അവിടെ അവൈലബിൾ ആണ്. അത് പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ക്രമമായിട്ടത് കാണുവാൻ സാധിക്കും. ആദ്യത്തെ കുറെ ക്ലാസ്സുകൾ സുറിയാനി ബൈബിളിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ്. പിന്നീട് പരിഭാഷകളിലെ
പ്രത്യേകതകളെ സംബന്ധിച്ചും ആ ഒറിജിനൽ ബൈബിളിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെ സംബന്ധിച്ചൊക്കെയാണ്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഞാൻ സാധാരണ ഇന്നത്തെ രീതിയാണെങ്കിൽ ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം ആസ്പദമാക്കിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇന്ന് എനിക്ക് ഈ യുൽഫോനോ ഗ്രൂപ്പിന്റെ ഈ വായനാ സമൂഹത്തോട് ഈ സുറിയാനി ബൈബിളിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാൻ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതാണ്. വളരെ ശ്രദ്ധാപൂർവം വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്കായി നിങ്ങളെല്ലാവരും ഒത്തുചേർത്ത് വന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ JSCയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് തിരുമേനി, കുര്യാച്ചനച്ചൻ, EC ജോസഫ് സാർ തുടങ്ങിയ ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.